സൺഡേ ആയിട്ട് നല്ല തമിഴ്നാട് സ്റ്റൈലിലുള്ള ഒരു ബിരിയാണി കഴിക്കണം എന്ന് തോന്നി. പക്ഷെ നമുക്ക് ഒരുപാട് ടൈമൊന്നും സ്പെൻഡ് ചെയ്യാനില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ഇൻസ്റ്റൻറ്റ് ആംബൂർ ബിരിയാണി മിക്സ് വെച്ചിട്ട് ഉണ്ടാക്കുന്ന ബിരിയാണിയാണ്. ഇത് ഒരു വട്ടം ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയതാണ്. സക്സസ്ഫുൾ ആയതുകൊണ്ട് നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിന് നമുക്ക് മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻ്റ് ആണ് കുക്ക്ഡ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ആംബൂർ ബിരിയാണി പേസ്റ്റ്. ഇത് ഏകദേശം 1/2 kg ചിക്കനിലേക്കുള്ള പേസ്റ്റാണ്. ദെൻ ചിക്കൻ ഞാൻ ഏകദേശം ഒരു 4 to 5 hours മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഉപ്പ്, കുരുമുളക്, മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. ഇത് അത്രയും ടൈം വെച്ചില്ലെങ്കിലും ഒരു 10 minutes എങ്കിലും വെക്കാം. ഇതല്ലെങ്കിൽ നമ്മുടെ ചിക്കൻ ഒരു വൈറ്റ് കളറായിട്ട് കിടക്കുന്ന പോലെ തോന്നും. അത് എല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ല. ദെൻ ഞാൻ എടുത്തേക്കുന്നത് ജീരകശാല റൈസാണ്. ഇത് ഏകദേശം 1/2 hour സോക്ക് ചെയ്ത് വെച്ചതാണ്. ദെൻ ലാസ്റ്റ് ടൈം ഉണ്ടാക്കിയ സമയത്ത് നമുക്ക് എരിവ് ഭയങ്കര കുറവായ പോലെ ഫീൽ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് റെഡ് ചില്ലി ഏകദേശം ബോയിൽഡ് വാട്ടറിലൊന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ട് ജസ്റ്റ് പേസ്റ്റ് ചെയ്തെടുത്തതാണ്. ദെൻ കുറച്ച് പുതിനയില എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായതിന് ശേഷം നമ്മുടെ ആംബൂർ ബിരിയാണി മസാല ഇതിലേക്ക് ആഡ് ചെയ്യാം. ദെൻ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. അടുത്തത് നമുക്ക് റെഡ് ചില്ലി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് ചിക്കനിലേക്കൊക്കെ മസാല നന്നായിട്ട് പിടിപ്പിക്കുക. ഒരു 10 minute ചിക്കൻ കുക്കാവാൻ വേണ്ടിയിട്ടൊന്ന് അടച്ചു വെച്ച് വേവിക്കുക. അത് കഴിഞ്ഞിട്ടൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് സോട്ട് ചെയ്തിട്ട് പുതിന ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ജീരകശാല അരി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അരി ആഡ് ചെയ്തതിന് ശേഷം നല്ല ചിക്കനും മസാലയൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പിടിപ്പിക്കുക. ദെൻ നമ്മൾ 1.5 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇരട്ടി വെള്ളം വേണം. അപ്പോൾ നമ്മൾ 3 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ലാസ്റ്റ് ഇതിൽ ഈ ആംബൂർ ബിരിയാണി മസാലയുടെ കൂടെ തന്നെ ഒരു ഓയിലും കൂടെ ഉണ്ട്. ഈ മസാലയുടെ ഓയിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക. അരി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി വെള്ളമൊക്കെ ഒന്ന് വറ്റാനാവുന്ന സമയത്ത് ഒരു 15 minute അടച്ച് വെച്ചിട്ട് വേവിക്കുക. അടച്ചു വെച്ച് നമ്മൾ ദമ്മൊക്കെ ചെയ്യുന്ന പോലെ ഒരു 15 minutes അടച്ചു വയ്ക്കുക. അപ്പോൾ നമ്മുടെ ആംബൂർ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഇതിൻ്റെ ഒരു കോമ്പിനേഷനാണ് വഴുതനങ്ങ വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു സാലൻ പോലത്തെ സംഭവമാണ്. ഇത് ആക്ച്വലി കുറച്ച് പാടാണ് ഉണ്ടാക്കാൻ. ഇത് ആക്ച്വലി എൻ്റെ വൈഫിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. വളരെ സിമ്പിളായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണിത്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ ദം ബിരിയാണി അല്ലെങ്കിൽ തലശ്ശേരി ബിരിയാണി പോലത്തെ ഒരു ടേസ്റ്റ് അല്ല. അത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഒരു തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണിയാണ്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ബിരിയാണി കഴിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് സിമ്പിളായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം.